കൊട്ടിയൂർ പെരുമയുടെ 15ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കൊട്ടിയൂർ പെരുമാളിൻ്റെ വൈശാഖ മഹോത്സവത്തിൽ ഏറെ പ്രാധാന്യമുള്ള ചടങ്ങുകളാണ് ഇളനീർ വെപ്പും ഇളനീരാട്ടവും. ഈ വർഷം 17ാം തീയതിയാണ് ഇളനീർ വെപ്പ് എന്ന ചടങ്ങ് നടക്കുക. ഇളനീരാട്ടം നടക്കുന്നത് ജൂൺ 18ാം തീയതിയുമാണ്. മുഴുവൻ ഇളനീർക്കാവുകളും 17ാം തീയതി പകലോടുകൂടി കൊട്ടിയൂരിൽ എത്തിച്ചേരും. ദക്ഷയാഗത്തിന് ശേഷം ശിവസാന്നിധ്യമുള്ള അക്കരെ കൊട്ടിയൂർ ഏറെക്കാലത്തോളം വിസ്മൃതിയിലാണ്ടുപോവുകയായിരുന്നു. എത്രയോ കാലത്തിനു ശേഷം ഒരു കുറിച്യൻ നായാട്ടിനായി അവിടെ എത്തിച്ചേർന്നു. തൻ്റെ അമ്പ് മൂർച്ച കൂട്ടുന്നതിനായി ഒരു കല്ലിലുരച്ചപ്പോൾ അതിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നതായി അദ്ദേഹം കണ്ടു. പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് നിലയ്ക്കുന്നില്ല എന്ന് കണ്ടതിനാൽ ഈ വിവരം തൊട്ടടുത്തുള്ള ബ്രാഹ്മണ ഇല്ലത്തെ അറിയിച്ചു. അദ്ദേഹം ഉടനടി അവിടെ എത്തിച്ചേരുകയും ഇലയിൽ വെള്ളം കൊണ്ടുവന്ന് കല്ല് കഴുകുകയും ചെയ്തു. എത്ര തവണ പരിശ്രമിച്ചിട്ടും ചോര നിലയ്ക്കുന്നതായി കണ്ടില്ല. പിന്നീട് ഇളനീര് കൊണ്ട് കഴുകിയപ്പോഴാണ് രുധിരപ്രവാഹം നിലച്ചത്. പെരുമാളിൻ്റെ വൈശാഖ മഹോത്സവത്തിൽ ഇളനീരിന് ഒട്ടേറെ പ്രാധാന്യം ലഭിക്കുന്നതിന് ഒരു കാരണം അതായിരിക്കണം. തട്ടാരിയത്ത് തറവാട്ടിലെ അമ്മമാരെ വണങ്ങുന്നത് ഇന്നത്തെ സവിശേഷമായ ഒരു ചടങ്ങ് തന്നെയാണ്. നമ്മൾ ഇന്നുവരെ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒട്ടേറെ വിശുദ്ധമായ ചടങ്ങുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 6:45 തന്നെ ഞാൻ പുല്ലിയോടുള്ള ഇരുവട്ടി തണ്ടയാൻ മഠത്തിൽ എത്തിയിരുന്നു. എണ്ണയും ഇളനീർക്കാവുമായി ഇവർ കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന ചടങ്ങ് പൂർണ്ണമായും ചിത്രീകരിക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം. ഞാനവിടെ എത്തുമ്പോൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയായിരുന്നു ഇളനീർ വ്രതക്കാർ. മടങ്ങിയെത്തിയതിനു ശേഷം ഭക്ഷണം കഴിച്ച് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായി. 70 വർഷത്തിനു മുകളിൽ എരുവട്ടി തണ്ടയാനായിരുന്ന കാരണവരെ വന്ദിച്ചുകൊണ്ടാണ് തുടക്കം. അവിസ്മരണീയമായ ഇത്തരം ഒട്ടേറെ മുഹൂർത്തങ്ങളുടെ ജാലകങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് തുറന്നിടപ്പെടുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്ന നന്മയുടെ കുറേ ശീലങ്ങളുണ്ട്. സ്വമേധയാ പാലിക്കപ്പെടുന്നവയാണ് ഈ അനുഷ്ഠാനങ്ങൾ ഏറെയും.
തണ്ടയാൻ മഠത്തിൽ നിന്ന് പുറപ്പെട്ട് നേരെ കാൽനടയായി എത്തിച്ചേരുന്നത് എരുവട്ടി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലാണ്. ചെത്തിത്തയ്യാറാക്കിയ ഇളനീർ ഇവിടെ കിരാതസൂനുവിന് സമർപ്പിക്കുന്നു. ഇവിടെയും ഏറെ ചടങ്ങുകൾ പൂർത്തീകരിക്കാനുണ്ട്. എണ്ണയും ഇളനീരും വേട്ടക്കുരുമകൻ ദൈവത്തിനു മുന്നിൽ പ്രാർത്ഥനയ്ക്കായി വെക്കും. നേരത്തെ തയ്യാറാക്കിയ കിടിൽ നിലത്ത് വെച്ചുകൊണ്ടാണ് എണ്ണ അതിൽ ഇറക്കി വെക്കുക. ഇടവേളകളില്ലാത്ത നാമമന്ത്ര ജപത്തിലാണ് മഴ. ഇളനീർ കാവേന്തുന്നവർക്ക് മഴ ഒരു പ്രശ്നമേയല്ല. സർവവും പെരുമാളിൽ സമർപ്പിതമായാൽ പിന്നെയുള്ളതൊന്നും മനസ്സിനെയോ ശരീരത്തെയോ ബാധിക്കുകയില്ല. കൊട്ടിയൂരുത്സവത്തിന്റെ ഐശ്വര്യങ്ങളിലൊന്നാണ് തിമർത്തു പെയ്യുന്ന മഴ. ജടാധരന്റെ താണ്ഡവത്തിലുയർന്ന താപം ശമിപ്പിച്ച ഓർമ്മയിലെന്ന പോലെ മഴ തിമർത്തു പെയ്തുകൊണ്ടേയിരുന്നു. ഇളനീർ വ്രതക്കാരും ഇവിടെ നിന്ന് അനുധാവനം ചെയ്യുന്ന സംഘവും പരസ്പരം വണങ്ങുന്ന ചടങ്ങാണ് അടുത്തത്. ഇതിൽ വീരഭദ്രസ്വാമിയുടെ കോലധാരിയും വാദ്യക്കാരും എല്ലാവരുമുണ്ട്. പരസ്പര ബഹുമാനം എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു മൂല്യമാണ്. പുതു തലമുറയ്ക്ക് പാഠമാകേണ്ട ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക. ചുമലിൽ തോർത്തിട്ട് കൈനീട്ടി നിൽക്കുന്ന ഇദ്ദേഹം അനന്തക്കുറുപ്പ്. ദീർഘകാലമായി എരുവട്ടിക്കാവ് ക്ഷേത്രത്തിൻ്റെ ചെയർമാനും സീനിയർ ട്രസ്റ്റിയുമൊക്കെയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പ്രത്യേക കാരണമുണ്ട്. നവതിയിലെത്തിയിട്ടും ശിഷ്ടബാല്യത്തിൻ്റെ ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന അസാധാരണ മനുഷ്യൻ. ഇദ്ദേഹമാണ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബാലൻ മാസ്റ്റർ. എരുവട്ടിത്തണ്ടയാനെ എണ്ണത്തണ്ടയാൻ എന്നും ആചാരപൂർവം വിളിച്ചു പോരുന്നു. ശ്രീ രഞ്ജിത്ത് തട്ടാരിയത്താണ് കഴിഞ്ഞ 10 വർഷങ്ങളായി എണ്ണത്തണ്ടയാൻ സ്ഥാനം അലങ്കരിച്ചു പോരുന്നത്.
ഇദ്ദേഹത്തെ കൂടാതെ സജീവൻ, സദാശിവൻ ഗുരുക്കൾ, എ ഭരതൻ കൊട്ടിയൂർ, ഷിജു കാലിക്കറ്റ്, ശ്രീഹരി, സജേഷ് തൃക്കൈക്കുട, ജയൻ എം എംബ്രാൻ എന്നിവരും കൂടി ഈ സംഘത്തിലുണ്ട്. കോട്ടയത്ത് വാക്കസ്ഥാനികൻ പ്രതിനിധി ശ്രീ ഹരികുമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നു.
వచ్చినా പയ്യന്നൂരിൻ്റെ അടുത്ത് കൊക്കോട്ട് ഭാഗത്ത് നിന്ന് വന്ന കോക്കോടൻ റവട്ടുകാരുടെ ആരൂഢസ്ഥാനാണ്. പരിദേവതയാണ് വേട്ടക്കുരുവൻ. അവിടുന്ന് ഒരു കുടുംബം ഇവിടെ കോട്ടയം സ്വരൂപത്തെ സമീപിക്കുകയും അവിടുന്ന് ക്ഷേത്രം സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്യും. ചെറുക്കൽ കോവിലകവുമായിട്ടുള്ള ഇടച്ചിലാണ് കുടുംബം ഇങ്ങോട്ടും ഒരു നാവഴി ഇങ്ങോട്ട് വരാൻ കാരണം. അങ്ങനെ ആഴ്ചമംഗലത്ത് ആണ് ആദ്യമായി വന്ന കുടുംബം താമസിച്ച സ്ഥലമാണ്. അവിടെ കുടുംബം വന്ന് ആ പ്രായമുള്ള സ്ത്രീ അവർക്ക് വന്ന് ഇന്നത്തെ പോലെയല്ല, അന്ന് ദേഹശുദ്ധി വരുത്തി ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ ഭക്ഷണം ഇറങ്ങിയില്ലെന്നും അന്ന് എല്ലാ കാര്യത്തിലും പ്രശ്നമാണല്ലോ. പ്രശ്നം ഇപ്പോൾ ഞാനും കൂടെ വന്നിട്ടുണ്ട്, എൻ്റെ കാര്യം പരിഗണിച്ചില്ല എന്ന് ഉള്ള രീതിയിൽ പിന്നെ ക്ഷേത്രം പണിയുന്നതിന് ഉള്ള ഒരുക്കങ്ങളിൽ തമ്പുരാനോട് സ്ഥലം ആവശ്യപ്പെട്ടു. അങ്ങനെ തമ്പുരാൻ ക്ഷേത്രത്തിൻ്റെ സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ ക്ഷേത്രം പണിത്. അങ്ങനെയാണ് ഇരുവട്ടിക്കാവ് ക്ഷേത്രം ഉത്ഭവം. ഇപ്പോഴും ക്ഷേത്രത്തിലെ ട്രസ്റ്റിമാർ പാരമ്പര്യ ട്രസ്റ്റിമാരാണ് അവർ. ഇപ്പോൾ ആ 8 താവഴിയായി, ആ തറവാട് 8 താവഴിയായി പിരിഞ്ഞു. ആ 8 താവഴിയും ഒരു താവഴി നശിച്ചുപോയി. ബാക്കി 7 താവഴി ഇപ്പോഴുണ്ട്. അവരാണ് ക്ഷേത്രം ഭരണം നടത്തുന്നത്. ട്രസ്റ്റിമാർ തമ്മിലുള്ള വളരെയധികം സ്വത്തുണ്ടായിരുന്ന ക്ഷേത്രമാണ്. സ്വത്ത് സംബന്ധമായ തർക്കം കാരണവും മറ്റോ ട്രസ്റ്റിമാർ തമ്മിൽ ഉള്ള സംഘർഷത്തിൻ്റെ ഫലമായി ഡിപ്പാർട്ട്മെൻറ്റ് ഹിന്ദുമത ധർമ്മസ്ഥാപന ബോർഡ് ഇടപെടുകയും ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു. എങ്കിലും ഇപ്പോഴും ക്ഷേത്രഭരണം നടക്കുന്നത് ട്രസ്റ്റിമാരുടെ നിയന്ത്രണത്തിലാണ്. പിന്നെ ഇവിടെ നിന്ന് കൊട്ടിയൂരിലേക്ക് എല്ലാ വർഷവും എണ്ണയിളന്നിലും എഴുന്നള്ളിച്ച് പോകാറുണ്ട്. അത് വളരെ പൗരാണികമായ ചടങ്ങാണ്. ഏത് കാലം മുതൽ ആരംഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യത പറയാനാവില്ല. ഈ ഇളനീ പൂതുകൊള്ളുന്നത്, ഇളനീ ആദ്യമായി തെങ്ങിൽ നിന്ന് മുറിച്ചതാക്കുന്നു, കൊണ്ടുവന്നു ഈ ആഴ്ചമംഗലത്ത്, അതായത് ഈ ട്രസ്റ്റി കുടുംബം വന്ന് താമസിച്ചു എന്ന് പറയുന്ന വീടിൻ്റെ അവശിഷ്ടം ഇപ്പോഴും അവിടെയുണ്ട്. അതിൻ്റെ അടുത്ത് പിന്നെ ഇളനീ കുത്തിവെച്ചതിന് ശേഷമാണ് ഇളനീക്കാർ ഇളനീര് മുറിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. അത് ആ പാരമ്പര്യം ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച് പോവുകയും ചെയ്തു. പിന്നെ ഇവിടുത്തെ സവിശേഷമായ ഇതെന്താ വെച്ചാൽ മണ്ഡലം 40 ദിവസവും ചുറ്റുവിളക്കാണ്. ഉത്സവം എന്ന് പറയുന്നത് അതാണ്. ഈ 40 ദിവസവും മുടങ്ങാതെ കൃത്യമായി ഇപ്പോഴും ചുറ്റുവിളക്ക് നടന്നു വരുന്നുണ്ട്. എല്ലാ ദിവസവും തായ്പക എന്നുള്ളത് സവിശേഷതയും ഉണ്ട്. ദേവൻ്റെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്. ഒറ്റ എന്ന് പറയുമ്പോൾ അരി, ശർക്കര, പിന്നെ പൊട്ടത്തേങ്ങ ഇവ എല്ലാം ചേർത്ത് പിന്നെ പശുവിൻ്റെ നെയ്യ്, അതിന് പ്രത്യേക ഒറ്റത്തട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൽ ചുട്ടെടുക്കുന്നതാണ് ഒറ്റ. അതിപ്പോഴും കൃത്യമായിട്ടുണ്ട്. 40 ദിവസവും ഒറ്റ ഉണ്ടാവാറുണ്ട്. എല്ലാ വിളക്കുകാർക്കും ഒറ്റ നിവേദ്യം കൊടുക്കാറുമുണ്ട്. ഇപ്പോൾ ഒരുവിധം പല ക്ഷേത്രങ്ങളും മലബാറിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾക്കും വന്ന സാമ്പത്തിക പരാധീനത ഇരുവട്ടിക്കാവരെയും ബാധിച്ചിരുന്നു. എങ്കിലും ഇവിടെ ഒരു സമിതി പ്രവർത്തിക്കുന്നുണ്ട്. സമിതിയുടെ സഹായത്താലാണ് കാര്യങ്ങൾ ഒക്കെ ഒരുവിധം ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഏറെ സവിശേഷതകളുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.